ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയും ബാലചന്ദ്രനും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീന ഇപ്പോൾ തൻ്റെ മനസ്സിൽ കുഞ്ഞാണെന്നും എന്താഗ്രഹം വേണമെങ്കിലും എൻ്റെ അടുത്ത് പറയാം, ഞാനത് സാധിച്ചു തന്നേക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന അത് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, സാറിന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടതെന്ന്. ആദ്യം നീ ഈ സാറേ വിളി ഒന്ന് ഒഴിവാക്കണം. എൻ്റെ മക്കൾ വിളിക്കുന്നത് പോലെ നീ എന്നെ അച്ഛ എന്ന് വിളിക്കണം. ഞാൻ ഇവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടല്ലോ നീ എൻ്റെ മകളാണെന്ന്, അതുകൊണ്ട് ആരും എതിർക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് അത് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. എന്നിട്ട് പറയും, അപ്പോൾ എന്താ വിളിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെന്ന്. എങ്കിൽ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോവാട്ടോ. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ പത്രം വായിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ ആ വാതിലിൻ്റെ അവിടെ നിന്ന് ഒരു വിളിയാ, അച്ഛാ അച്ഛാ എന്ന് വിളിച്ചിട്ട്. എന്നിട്ട് അലീന അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ ഇങ്ങനെ എത്തി നോക്കുമ്പോൾ അലീനയെ കാണുന്നില്ല കേട്ടോ. വീണ്ടും അച്ഛാന്ന് വിളിക്കുമ്പോൾ എന്നതാടി മോളെ. അച്ഛനെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയും വേണോ, ഇഡ്ഡലിയും സാമ്പാറും വേണോ, അതോ പുട്ടും കടലയും വേണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബാലചന്ദ്രന് ചിരിച്ചുകൊണ്ട് പറയും, മൂന്നും ഓരോ പ്ലേറ്റ് പോന്നോട്ടെ എന്ന്. അപ്പോൾ രണ്ടുപേരും ചിരിച്ചിട്ട് നമ്മുടെ അലീന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു. പിന്നീട് നമ്മുടെ കമല ശിവനെ വിളിച്ച് പറയും, രാജീവൻ പുറത്താക്കിയ ആ വേലക്കാരി പെണ്ണില്ലേ, അതിനെയും കുട്ടി ബാലചന്ദ്രൻ വീട്ടിലേക്ക് തിരിച്ചു വന്നേന്ന് എന്ന് പറയുമ്പോൾ ശിവൻ പറയും, അവളെ വീണ്ടും എന്തിനാ വീട്ടിൽ കയറ്റിയേ, അടിച്ച് പുറത്താക്കേണ്ട വൈജ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. പോരാത്തതിനെ ബാലചന്ദ്രൻ ഇപ്പോൾ വന്നിരിക്കുന്നത് അവളെ ദത്തുപുത്രി സ്ഥാനത്തേക്ക് ദത്തെടുത്തിട്ടാ. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. ബാലചന്ദ്രന്റെ മക്കൾക്കുള്ള അതേ സ്ഥാനാണ് അവൾക്കെന്നും അവർക്ക് കിട്ടാവുന്ന അധികാരങ്ങളും അവകാശങ്ങളും ഇവൾക്കും ഉണ്ടെന്നാ പറയുന്നേ. ദത്തുപുത്രിയായ സ്ഥിതിക്ക് അവളോട് വല്ല ജോലിയും പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശിവൻ പറയും, അപ്പോൾ രാജീവൻ ചെയ്തു വെച്ചതൊക്കെ വെറുതെ ആയിപ്പോയല്ലേ. വെറുതെ എന്ന് മാത്രല്ല, കാര്യങ്ങൾ അതിനേക്കാൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. അന്നവൾ വേലക്കാരിയായിട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ദത്തുപുത്രിയുടെ സ്ഥാനത്താ ഇരിക്കുന്നേ. വൈജ എങ്ങനെ സഹിക്കുന്നു ആവോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശിവൻ പറയും, ഞാനും രാജീവനും കൂടി തീരുമാനിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഞാൻ രാജീവനെ ഒന്ന് വിളിക്കട്ടെ, വൈജയ്ക്ക് വൈകുന്നേരം വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് പറഞ്ഞേര് എന്ന് പറഞ്ഞ് വെക്കുകയാണ് കേട്ടോ ഫോണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ അലീന ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് റൂമിലെത്തുമ്പോൾ ബാലചന്ദ്രന്റെ റൂമിന്റെ വാതിൽ കുറ്റിയിട്ടിരിക്കായിരിക്കും. സാർ, അച്ഛാ കതക് തുറന്നേ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ കതക് തുറക്കാണ്. ഇതെന്താ പതിവില്ലാതെ കുറ്റിയിട്ടിരിക്കുന്നേ, എനിക്കാണെങ്കിൽ തുറക്കാനും മേല എന്ന് പറയുമ്പോൾ, ഞാനേ മനഃപൂർവ്വം അങ്ങ് കുറ്റിയിട്ടതാ. നീ എന്താണ് എന്നെ വിളിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നീ ആദ്യം സാറേ എന്ന് വിളിച്ചു, പിന്നെ അച്ഛ എന്നും. ഓ ഭയങ്കരം തന്നെ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പറയും, ചൂടോടെ തിന്നോ, ഇപ്പോഴാണെങ്കിലേ 65 ഡിഗ്രി സെന്റിഗ്രേഡ് ഉണ്ട്. ഇനി തണുത്താൽ റീമേക്കും പറ്റില്ല. അതെന്താ പറ്റാത്തത്? അതോ അതിവിടെ നിന്ന് ജോലിക്കാരിയെ പിരിച്ചു വിട്ടു. അത് ശരി, അപ്പോൾ ഇത് ആര് കൊണ്ടുവന്ന് ഉണ്ടാക്കിയതാ എന്ന് ചോദിക്കുമ്പോൾ, ഇതോ ബാലചന്ദ്രൻ സാറിന് ഒരു മകളുണ്ട്, അവളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. എന്നിട്ട് നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയും, നല്ല അച്ഛനും മോളും ഒരേ പ്രായം എന്ന് പറയുമ്പോൾ, അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഇന്നലെ ഞാനും ഉണ്ടായി, ഇന്നലെ തന്നെ മകളും വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, അങ്ങനെ ഉണ്ടച്ചാ. ഓർഫനേജിൽ വന്ന് കുട്ടികളില്ലാത്ത ദമ്പതികൾ ദത്തെടുക്കുമ്പോൾ അവർക്ക് പുതിയ അച്ഛനും അമ്മയും മകളും തന്നെയാണ്, അതുപോലെ തന്നെയാ നമ്മളും എന്ന് പറയുമ്പോൾ, നിന്നെ ദത്തെടുക്കാൻ ആരും വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഒരുപാട് ആളുകൾ വന്നു എന്ന് ബ്രിജിതാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിലേ കൊടുത്തിട്ടില്ല. അതെന്താ കൊടുക്കാതിരുന്നേ? അതോ അത് ഈ അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കാനായിരിക്കും. അത് കറക്റ്റാ എന്ന് പറയാൻ കേട്ടോ നമ്മുടെ ബാലേന്ദ്രൻ. പിന്നീട് കൃഷ്ണമോള് വൈജ പോകുന്നത് ചോദിച്ച് നടക്കുകയാണ് കേട്ടോ. എന്താടി ഞാൻ എങ്ങോട്ടെങ്കിലും പോവാന്നാണോ നീ വിചാരിച്ചിരിക്കണേ എന്ന് ചോദിക്കുമ്പോൾ, അതെ, അമ്മയുടെ ഇപ്പോഴത്തെ രീതി അങ്ങനെയാണല്ലോ. അച്ഛനോടും അലീനേച്ചിയുടെയും വഴക്കുണ്ടാക്കി അവരോട് വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോവാ. അതാണല്ലോ അമ്മയുടെ അവസാനത്തെ അടവ്. അങ്ങനെ പോവാണെന്ന് വെച്ചു എന്ന് പറയുമ്പോൾ, അങ്ങനെ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നൊന്നും ആരും വിചാരിക്കേണ്ട. അല്ലെങ്കിലും നിങ്ങളുടെ സ്ഥാനത്തേക്ക് മറ്റൊരു പെൺകുട്ടിയെ പ്രതിഷ്ഠിച്ചു വെച്ചല്ലോ, അതിന് നിങ്ങൾ അംഗീകാരം കൊടുത്തുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട് കേട്ടോ, അല്ലാതെ വേറെ എന്ത് ചെയ്യാനമ്മേ, അച്ഛനെ എതിർക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, അമ്മയ്ക്ക് തന്നെ കഴിയുന്നില്ല, പിന്നെ എങ്ങനെയാ ഞങ്ങൾക്ക് കഴിയുന്നത് എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അലീനേച്ചി സ്വന്തം ചേച്ചിയായിട്ട് തന്നെ ഞാൻ കരുതിയ ഇതുവരെ. ആ ചേച്ചിയെ നിങ്ങൾ ഹോം നേഴ്സ് ആക്കി ഇവിടുത്തെ വേലക്കാരിയേക്കാൾ താഴ്ത്ത രൂപത്തിലാക്കി അടിച്ചമർത്തി പീഡിപ്പിച്ചു വിട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വൈജയ്ക്ക് അങ്ങ് ചൂടാവും. വൈജ പറയും, നീ എന്താടി നിന്റെ അച്ഛന് പഠിക്കാണോ? അതെ, അച്ഛന് പഠിക്കാണ്. അച്ഛന് പഠിച്ചിട്ടേ കാര്യമുള്ളൂ, അമ്മയ്ക്ക് പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ, അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ, എനിക്ക് പഠിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, ഉണ്ടെങ്കിൽ പറയടി എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മ ഒന്നും മിണ്ടാണ്ടിരിക്കി,
അപ്പോഴേക്കും വൈജ പറയും കുറച്ച് ദിവസം റിസോർട്ടിൽ പോയി താമസിച്ചപ്പോഴേക്കും